Hi guys, welcome to my YouTube channel Canadian Malayali. My name is Shruti and today we are going to discuss the meeting between US President Donald Trump and President of Ukraine Zelensky in the Oval Office. US പ്രസിഡന്റ് ആയ ഡൊണാൾഡ് ട്രംപും യുക്രൈനിയൻ പ്രസിഡന്റ് ആയ സെലൻസ്കിയും തമ്മിൽ ഓവൽ ഓഫീസിൽ ഒരു പ്രസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് ഇപ്പോൾ ഭയങ്കര വലിയൊരു ചർച്ചാ വിഷയമാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, അതിനെ പറ്റിയിട്ട് എൻ്റെ ടേക്ക് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. These are only my opinion about this matter. You might be thinking different, and if you think differently, please don't forget to comment. So the first thing that I felt was Donald Trump shouldn't tell Ukraine what they should do about this war. Okay, so I know that Donald Trump is coming from, I feel that Donald Trump is coming from a good place, that he actually wants ceasefire, he wants to end the war. But I don't think as a president of the United States, he can only ask or request another country to like stop the war. ആ വാർ നിർത്താനായിട്ട് അവരോടൊരു റിക്വസ്റ്റ് ചെയ്യാൻ മാത്രമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് അവരോട് സീസ് ഫയർ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിയില്ല. Also, as a president of the United States, I think it is fair for Donald Trump to say that he would not give any aids or weapons to Ukraine if they don't sign a ceasefire. That is something that he could do. But for him to say that, you know, you should stop the war, I think it is up to the Ukrainian people whether they want to continue this war or stop this war. ഡൊണാൾഡ് ട്രംപ് അവരോട് സംസാരിച്ച രീതി ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഐ തിങ്ക് ഹിസ് തോട്ട് പ്രോസസ് വാസ് ഗുഡ്, ബട്ട് ഹിസ് അപ്രോച്ച് വാസ് റിയലി ബാഡ്. I don't know what is going to happen after this meeting. ഇനി എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഈ വാർ കണ്ടിന്യൂ ചെയ്യുമായിരിക്കും, ചിലപ്പോൾ സീസ് ഫയർ സൈൻ ചെയ്യുമായിരിക്കും. ഏതായാലും US-ൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് യുക്രൈനിന് ഈ വാർ ജയിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ട് സീസ് ഫയർ ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുകയല്ലോ ഉള്ളതെന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് അറിയാനേ പറ്റത്തുള്ളൂ. Donald Trump has been making a lot of bold statements. കുറേ ബോൾഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഗ്രീൻലാൻഡ് ഞങ്ങൾ എടുക്കാൻ പോവാണ്, ഗാസ സ്ട്രിപ്പ് ഞങ്ങൾ കൺട്രോൾ ചെയ്യാൻ പോവാണ്, കാനഡ ഷുഡ് ബി ദ 51st സ്റ്റേറ്റ് ഓഫ് USA, അതുപോലെ തന്നെ ടാരിഫ്സ് അഗെയിൻസ്റ്റ് ചൈന, മെക്സിക്കോ ആൻഡ് കാനഡ. അപ്പോൾ അങ്ങനെ കുറേ ബ്രിഡ്ജസ് ബേൺ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ആസ് എ കനേഡിയൻ I feel like we should learn from this, and we shouldn't be so dependent on a country that could like turn against us so easily. I think we should have trade relationship with other countries along with the trade relationships that we keep with the US. But I think it is high time that we as Canadians start thinking about ourselves. Canadian എന്ന രീതിയിൽ കാനഡയെ പറ്റി തിങ്ക് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. പുട്ടിങ് കാനഡ ഫസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പിയർ പൊലിവേറിൻ്റെ ക്യാമ്പയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഹീ സേസ് ദാറ്റ് ഹീ ഈസ് ഗോയിങ് ടു പുട്ട് കാനഡ ഫസ്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഹി ഓൾസോ സെഡ്, പിയർ പൊലിവേർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ അഗേൻസ്റ്റ് ഇപ്പോൾ നിൽക്കുന്ന കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹം ഒരു ട്വീറ്റിൽ കൂടെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുക്രൈനാണ് തീരുമാനിക്കേണ്ടത് യുക്രൈൻ സീസ് ഫയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്, അല്ലാണ്ട് US അത് പുഷ് ചെയ്യുകയോ അല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് ഈ മൊത്തം എക്സ്ചേഞ്ചിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ അപ്രോച്ച് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഉദ്ദേശിക്കുന്ന കാര്യം, അതായത് ഒരു സീസ് ഫയർ ചെയ്യുന്നത് നല്ലതായിരിക്കും, വാർ ചെയ്യുന്നത് ഐ തിങ്ക് പേഴ്സണലി ഫോർ മീ വാർ ആൻഡ് പീപ്പിൾ ഗെറ്റിംഗ് മർഡേർഡ് ആൻഡ് കിൽഡ് ഇസ് ലൈക്ക് നോട്ട് എ ഗുഡ് തിങ് ദാറ്റ് ഷുഡ് കണ്ടിന്യൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അയാളുടെ ഇൻറ്റൻഷൻ നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അപ്രോച്ച് ഭയങ്കര മോശമായി പോയി. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് US പ്രസിഡൻ്റ് ആയി പിന്നെ ഇറ്റ്സ് ലൈക്ക് എല്ലാ ദിവസവും പുള്ളിയാണ് പ്രസ്സിലും എല്ലാത്തിലും നിൽക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലായിട്ടാണെങ്കിലും the way he deported a lot of Indians is also a big matter that is being discussed, because they were in chains and some people really thought that was unnecessary. I also think that the chains could have been avoided. കാരണം ചങ്ങലയിൽ ഇട്ടിട്ട് കൊണ്ടുപോകാനായിട്ട് ഇതിൻ്റെ സ്ലേവ്സ് ഒന്നും അല്ലല്ലോ. ശരിയാണ്, അവർ ഇല്ലീഗലി ഇമിഗ്രേറ്റ് ചെയ്തതാണ്, പക്ഷെ ചങ്ങലയിലിട്ട് തിരിച്ചയക്കണമായിരുന്നു എന്ന് I felt that was like little, I don't think that was right. That is my opinion, my personal opinion. അതും നിങ്ങൾക്കും ചില ആൾക്കാർ അതിനോട് എന്താ പറയുക, you might not agree with my point, പക്ഷേ that's what I felt, because as a human being I don't think even though they are like they came here illegally, I don't think they should have
been deported in such a manner. അവർ റെസിസ്റ്റ് ചെയ്യാനായിട്ടൊന്നും ഞാൻ കണ്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നിയില്ല. ഇത് പ്യുവർലി എൻ്റെ അഭിപ്രായമാണ്. ഐ തിങ്ക് ഡൊണാൾഡ് ട്രംപ് ഇസ് ട്രൈങ് ടു കീപ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഇന്ത്യ ആൻഡ് റഷ്യ. I think at the end of the day, he is the president of United States of America. He will think about their country first. അവരുടെ കൺട്രീനെ പറ്റിയിട്ടായിരിക്കും അവർ കൂടുതൽ ചിന്തിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കൺട്രീസുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പിന്നെ ഐ തിങ്ക് ഹീസ് ഓൾസോ എ ബിസിനസ് മാൻ. ബിക്കോസ് പുള്ളി എല്ലാം ഒരു ലാഭം നഷ്ടം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്ന ഒരു പ്രസിഡൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ ഡോണ്ട് അഗ്രി വിത്ത് എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ഹീ സേസ്. ഓൾസോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഹീ ഷുഡ് ഹാവ് സെഡ് ദാറ്റ് ദെർസ് ഓൺലി 2 genders. കാരണം ഇപ്പോൾ സെക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളും മെയിൽ ഫീമെയിൽ അതേഴ്സ് എന്നുള്ളത് ഇന്ത്യൻ ഫോംസിൽ വരെ ഉണ്ട്. സോ ഐ തിങ്ക് ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ആക്കി വെക്കണമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമ്മളൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. ജസ്റ്റ് ബിക്കോസ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിച്ച് ഭയങ്കര പുറകോട്ടും പോകരുതല്ലോ. ഐ അഗ്രി വിത്ത് ഹിം നോട്ട് ലെറ്റിംഗ് transgender men participate in women's sport, which is I think something that is I can agree with, because I think biologically those two people are like different and they shouldn't be allowed in women's sports. If there is a category for that particular gender, that would be a better idea, I think. And I have also done YouTube videos on that. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഐ വിൽ കീപ് യു ഗൈസ് അപ്ഡേറ്റഡ് ഓൺ ദീസ് തിങ്സ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഐ തിങ്ക് ഐ ഹാവ് ലൈക്ക് ടൈം ടു ലൈക്ക് ഡു മോർ യൂട്യൂബ് വീഡിയോസ്, ടോക്ക് അബൌട്ട് മോർ topics and stuff like that. And I would love for you guys to like tell me what you guys think about particular topics, because at the end of the day I don't want it to be like a one-sided thing. I want this to be an interaction. So if you like this video, please don't forget to like, subscribe and share it. Please do support me. I really need that. Thank you so much. I hope you all have a wonderful night or a wonderful day depending on whatever time zone you are in. Bye.